പഠിക്കേണ്ട സമയത്ത് ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് തോന്നിക്കൊണ്ടിരിക്കുകയാണോ? പഠിക്കാനൊരു മോട്ടിവേഷൻ കിട്ടുന്നില്ല, ഒന്നും പഠിക്കാൻ തോന്നുന്നില്ല, ആ ഒരു മൈൻഡിലാണോ നിൽക്കുന്നത് എന്നൊരു കാര്യം പറയാം. ഇത് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന ഒരുപാട് പേര് സ്ഥിരമായി ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എങ്ങനെയാണ് മോട്ടിവേഷൻ കിട്ടുക, എങ്ങനെയാണ് പഠിക്കുക എന്നൊക്കെ. നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടല്ലോ, നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും, ഒരു ഫ്രണ്ട് ഉണ്ടാവും. എല്ലാ ദിവസവും നമുക്ക് വൈകിട്ട് നമുക്ക് പുറത്തോടാം, നമുക്ക് സെറ്റാക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ലാസ്റ്റ് മിനിറ്റ് ആകുമ്പോൾ പ്ലാൻ ക്യാൻസൽ ചെയ്യും. അപ്പോൾ അതേ വ്യക്തി 2-3 വട്ടം ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലാവും? അവനെ നമ്പരുത്, അല്ലെങ്കിൽ ഇവിടെ നമ്പരുത്, നമ്മളെ പ്ലാനിട്ട് നമ്മുടെ കാര്യം നോക്കണം എന്ന് മനസ്സിലാവും. അതുപോലെയാണ് മോട്ടിവേഷൻ. യാതൊരു രീതിയിലും വിശ്വസിക്കാൻ കൊള്ളാത്ത, ഒട്ടും റിലയബിൾ അല്ലാത്ത ഒരു കാര്യമാണ് മോട്ടിവേഷൻ. നിങ്ങൾക്ക് ലൈഫ് ചേഞ്ചിങ് ആയ, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു എക്സാമിനോ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ അന്നേരം നമ്മൾ മോട്ടിവേഷനെ നമ്പി നിന്നാൽ യു വിൽ നോട്ട് ഗോ ഫോർവേഡ്, ബിക്കോസ് ഇറ്റ് ഇസ് സംതിങ് ദാറ്റ് വിൽ കം ആൻഡ് ഗോ. വാട്ട് യു നീഡ് വെൻ യു ആർ പ്രിപ്പയറിംഗ് ഫോർ സംതിങ് ദാറ്റ് ബിഗ് ഇൻ യർ ലൈഫ് ഇസ് ഡിസിപ്ലിൻ. നിങ്ങൾ ഡെയിലി ലൈഫിൽ നിങ്ങൾ പലിക്കും കുളിക്കുകയും ചെയ്യുന്നത് പോലെ തന്നെ ഇഫ് യു ഇൻകോർപ്പറേറ്റ് യുവർ പ്രിപ്പറേഷൻ ഇൻ യുവർ ലൈഫ് ആസ് എ ഹാബിറ്റ്, ആസ് എ റുട്ടീൻ, നോൺ നെഗോഷ്യബിൾ, ദെൻ യു വിൽ ബി കൺസിസ്റ്റന്റ്. ഡെയിലി 10 മണിക്കൂർ പഠിക്കുന്ന ഒരാൾക്ക് ചിലപ്പോൾ 10 മണിക്കൂർ സൂപ്പറായി പഠിക്കാൻ പറ്റുന്നൊന്നും വരില്ല. ദർ വിൽ ബി ഗുഡ് ഡേയ്സ്, ദർ വിൽ ബി ബാഡ് ഡേയ്സ്. പക്ഷേ ഒന്നും പഠിക്കാത്തൊരു ദിവസത്തിനെക്കാട്ടിലും ഡെഫിനറ്റ്ലി ബെറ്റർ ആണ് ഇത്തിരി നേരമെങ്കിലും അതിൽ എഫക്റ്റീവായി പഠിച്ചൊരു ദിവസം. പിന്നെ അതുപോലെ നെക്സ്റ്റ് ചോദിക്കാവുന്ന ചോദ്യമാണ്, അയ്യോ ഇങ്ങനെ എല്ലാ ദിവസവും ഒരേ റൂട്ടീൻ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരുന്നാൽ ബോറടിക്കില്ല, അല്ലെങ്കിൽ ഒരേ റൂട്ടീൻ ഫോളോ ചെയ്താൽ നല്ല ബോറടിക്കില്ല, എങ്ങനെ ഹൗ യു സ്റ്റിക്ക് ടു ദാറ്റ് റൂട്ടീൻ എന്നുള്ളത്. സോ ഇത് ഞാൻ പറഞ്ഞതൊന്നുമില്ല, ഞാൻ മറ്റേ ആറ്റമിക് ഹാബിറ്റ്സ് എന്ന് പറയുന്ന ബുക്കിൽ വായിച്ചൊരു കാര്യമാണ്. ദി ഗ്രേറ്റസ്റ്റ് ത്രെറ്റ് ടു സക്സസ് ഇസ് നോട്ട് ഫെയിലിയർ, ഇറ്റ് ഇസ് ബോർഡം. അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ റുട്ടീനിലോട്ട് സ്റ്റിക്ക് ചെയ്യാൻ പറ്റായികയാണ് ഏറ്റവും വലിയ ത്രെറ്റ് നിങ്ങളുടെ കൺസിസ്റ്റൻസിക്ക്. സോ ഐ തിങ്ക് ദിസ് ഇസ് ഇനഫ് മോട്ടിവേഷൻ ഫോർ ടുഡേ. അപ്പോൾ ഇന്നത് കണ്ട് നിങ്ങൾക്ക് മോട്ടിവേഷൻ ആയിട്ടുണ്ടെങ്കിൽ എല്ലാവരും പോയിരുന്ന് പഠിച്ചോളൂ. റീൽസ് കാണുന്നതൊക്കെ നിർത്തിയിട്ട് കൂടെ പഠിക്കുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ അയച്ചു കൊടുക്കുക. ആരും അങ്ങനെ ഒറ്റയ്ക്ക് സമാധാനമായിട്ടിരുന്ന റീൽസ് കാണണ്ട. ഞാനും പഠിക്കാൻ പോവാം.